യുവദീപ്തിയുടെ എക്കാലത്തെയും പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും അഭ്യുതകാംക്ഷികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ ജോജി ചിറയിൽ അഭിഭാഷകനാണ്. ഇപ്പോൾ കോട്ടയത്ത് ലൂർദ് ഫൊറോന പള്ളി ഇടവകയുടെ പരിധിക്കുള്ളിൽ താമസിക്കുകയാണ്. എൻ്റെ മാതൃ ഇടവക കുട്ടനാട്ടിലെ കുമരങ്കരി സെന്റ് മേരീസ് പള്ളിയാണ്. പ്രസ്ഥാനം എന്നിലൂടെ എന്ന ആ ക്യാപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രസ്ഥാനത്തിലൂടെ എന്ന കാഴ്ചപ്പാടാണ്. പ്രസ്ഥാനം എന്നിലൂടെ എന്ന് പറയുന്നതും ഞാൻ പ്രസ്ഥാനത്തിലൂടെ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. 1990 മുതൽ 2005 വരെ യുവദീപ്തിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഞാൻ. യൂണിറ്റ് തലത്തിലും രൂപത തലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിക്കുവാനുള്ള അവസരവും സാഹചര്യവും ഉണ്ടായി. വളരെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയാൽ ഈ കാലയളവിൽ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിഞ്ഞത് യൂണിറ്റ് തല പ്രവർത്തനങ്ങളിലാണ് എന്ന് ഞാൻ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ്. 94-95 പ്രവർത്തന വർഷത്തിൽ ബഹുമാനപ്പെട്ട ജേക്കബ് വാരിക്കാടശ്ശൻ ഞങ്ങളുടെ വികാരി ആയിരുന്ന സമയത്ത് അതിരൂപതയിലെ ഏറ്റവും മികച്ച യൂണിറ്റായിട്ട് കുമരങ്കരി സെന്റ് മേരീസ് യുവദീപ്തി യൂണിറ്റ് തെരഞ്ഞെടുപ്പെട്ടു. അന്ന് ഞാൻ യൂണിറ്റിന്റെ കൗൺസിലറാണ്. 10 മുതൽ 16 വരെയുള്ള സെനറ്റുകളിൽ തുടർച്ചയായി ഞാൻ സെനറ്റ് അംഗമായിരുന്നു. 1994-96 കാലയളവിൽ അതിരൂപതയുടെ എഡിറ്ററും 97-98 കാലയളവിൽ KCYM സംസ്ഥാന സമിതി അംഗവും 98-99 കാലയളവിൽ അതായത് 13ാമത് സെനറ്റിന്റെ പ്രസിഡന്റുമായിരുന്നു. അതിരൂപത പ്രസിഡന്റായിരുന്ന കാലത്തെ പ്രവർത്തനങ്ങൾ എണ്ണി പറയുക എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ല. കാരണം ആ കാലഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതിരൂപത യുവദീപ്തി കാര്യാലയത്തിൽ അത് സൂക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട്. കൂടാതെ എൻ്റെ വിലയിരുത്തലിൽ ഒരു സെനറ്റ് വർഷത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആ സമിതിയുടെ പ്രവർത്തനം മാത്രമല്ല, മുൻ വർഷങ്ങളിലെ സെനറ്റുകളിൽ നിന്നും വരുന്ന ആശയങ്ങൾ, മുൻകാല പ്രവർത്തകരിൽ നിന്ന് സ്വീകരിക്കുന്ന ആശയങ്ങൾ, അത് ഉൾക്കൊണ്ടുകൊണ്ട് ക്രമീകരിക്കപ്പെടുന്ന പരിപാടിയാണ്. വരുന്ന വർഷങ്ങളിലും ഒരു പർട്ടിക്കുലർ സെനറ്റ് വർഷത്തിലെ പ്രവർത്തനങ്ങൾ, ചിന്തകൾ ഒക്കെ കാരണമാകാറുമുണ്ട്. അതുകൊണ്ട് ഒരു സെനറ്റ് വർഷത്തെ പ്രവർത്തനത്തെ വേറിട്ട് കാണാതെ യുവദീപ്തിയുടെ സെനറ്റുകൾ ഒരു തുടർച്ചയും വളർച്ചയുമാണ് എന്ന നിരീക്ഷണവും എന്ന കാഴ്ചപ്പാടുമാണ് എനിക്കുള്ളത്. അതിനാൽ തന്നെ ഞാൻ പ്രവർത്തിച്ച കാലഘട്ടത്തെ സമഗ്രമായി വിലയിരുത്തുക എന്ന ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. യുവജന പ്രസ്ഥാനം എനിക്ക് എന്താണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2005 വരെ സജീവമായി ഈ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ശേഷം സഭയുടെ വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധ തിരിച്ചു. യുവജന പ്രസ്ഥാനത്തിലൂടെ എനിക്ക് ലഭിച്ച കരുത്ത്, അറിവ്, അനുഭവ സമ്പത്തൊക്കെ സഭയുടെ വിവിധ തലങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് പ്രചോദനമായി എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. 2013 മുതൽ 16 വരെ അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിലിന്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. 2010 മുതൽ നാളെ വരെ KCBCയുടെ പാസ്റ്റർ കൗൺസിൽ, കേരള കാത്തലിക് കൗൺസിൽ എന്ന് പറയുന്ന ആ സംവിധാനത്തിന്റെ അംഗമാണ്. 2012 മുതൽ 16 വരെ KCCയുടെ വൈസ് പ്രസിഡന്റായും 2016 മുതൽ ഇപ്പോൾ വരെ അതിന്റെ സെക്രട്ടറിയായും പ്രവർത്തിക്കുകയാണ്. 2009 മുതൽ നാളെ വരെ CBCIയുടെ പാസ്റ്റർ കൗൺസിൽ, CCI കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംവിധാനത്തിലെ അംഗമാണ് ഞാൻ. ഇത് കൂടാതെ സഭ ഏൽപ്പിച്ച വിവിധ ഉത്തരവാദിത്തങ്ങൾ പല വേദികളിൽ പല സമയങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് യുവദീപ്തിയിൽ നിന്ന് ലഭിച്ച പരിശീലനം തുടർന്നുള്ള എൻ്റെ സഭാ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ്. പാരിഷ് കൗൺസിൽ തലം മുതൽ CBCIയുടെ ആലോചനാ സമിതിയായ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ വരെ ഉള്ള ആലോചനാ സമിതിയിൽ അംഗമാകുവാനും അൽമായരുടെ അഭിപ്രായങ്ങൾ ആ വേദികൾക്ക് പങ്കുവയ്ക്കുവാനും അവസരം ലഭിച്ചത് വലിയ നന്ദിയോടെ, നന്മയോടെ ഞാൻ ഓർക്കുകയാണ്. ഒരു പക്ഷേ യുവജന പ്രസ്ഥാനത്തിൽ ചില പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അൽമായർക്ക് സഭയിൽ സംസാരിക്കുവാൻ വേദിയില്ല, അവസരമില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. പാരിഷ് കൗൺസിൽ തലം മുതൽ CBCIയുടെ തലം വരെ അൽമായർക്ക് സഭയിലെ കാര്യങ്ങൾ വിശകലനം ചെയ്യുവാൻ, വിശദീകരിക്കുവാൻ ഉള്ള വേദി, ആ വേദിയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് പ്രസക്തിയില്ല. സഭയിൽ പറയപ്പെടുന്ന ആശയങ്ങൾ, ചിന്തകൾ ഒരുപക്ഷെ നാം കാണുന്ന ആ സമയം തന്നെ അതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പോലും
ഇന്നല്ലെങ്കിൽ നാളെ അത് പരിഗണിക്കപ്പെടും, പരിഹരിക്കപ്പെടും എന്നതിൽ എനിക്ക് രണ്ട് പക്ഷമില്ല. എൻ്റെ ജീവിത അനുഭവമാണ് അത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ഇപ്പോഴും അതിരൂപതയുടെ PROയും രൂപതയുടെ വക്താവും എന്ന നിലയിലും അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗം എന്ന നിലയിലും സഭയോട് ചേർന്ന് സഭയ്ക്കൊപ്പം പ്രവർത്തിക്കുവാൻ കിട്ടിയ അവസരങ്ങളൊക്കെ യുവദീപ്തി നൽകിയ സംഭാവനയാണ്, യുവദീപ്തി നൽകിയ പരിശീലനമാണ് എന്ന് എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും യുവദീപ്തി എന്നെ കണ്ടെത്തുവാൻ സഹായിച്ച എൻ്റെ പ്രസ്ഥാനമാണ്. ഞാൻ പറയും, യുവത്വത്തിൻ്റെ സാഫല്യം യുവദീപ്തി എന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ ഞാൻ കണ്ടെത്തി. എൻ്റെ കഴിവുകൾ, എൻ്റെ കഴിവുകേടുകൾ, എന്നിലെ നേതൃത്വ പാടവങ്ങൾ, എൻ്റെ കുറവുകൾ ഒക്കെ കണ്ടെത്തി എൻ്റെ യുവത്വത്തെ സഫലമാക്കുവാൻ യുവജന പ്രസ്ഥാനം എന്നെ സഹായിച്ചു. ഒരു പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതര സാമൂഹിക സാംസ്കാരിക സംഘടനകളിൽ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുവാൻ അവസരമുണ്ടായിട്ടും അതിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടും അതിൻ്റെ പിന്നാലെ പോകാതെ യുവദീപ്തി എന്ന പ്രസ്ഥാനത്തിലെ നീണ്ട 15 വർഷത്തെ പ്രവർത്തനം കൊണ്ട് എൻ്റെ യുവത്വം സഫലമായി എന്ന് കരുതുന്ന ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, കത്തോലിക്ക യുവാവാണ് ഞാൻ. വീണ്ടും യുവദീപ്തി എനിക്ക് പക്വമായ ക്രിസ്തീയ ജീവിതത്തിന് എന്നെ പ്രാപ്തമാക്കിയ പ്രസ്ഥാനമാണ്. ക്രൈസ്തവ ജീവിതം മുഴുവൻ വിശ്വാസ പരിശീലനത്തിന്റെ ജീവിതമാണ്. 12ാം ക്ലാസ് വരെയുള്ള വേദപാഠം കൊണ്ട് അവസാനിക്കുന്നതല്ല ക്രൈസ്തവ കത്തോലിക്ക ജീവിതം എന്ന് പറയുന്നത്. യുവജന പ്രസ്ഥാനം എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസ പരിശീലന വേദിയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ അതിന്റെ ആഴ തലങ്ങളിൽ മനസ്സിലാക്കുവാൻ, ജീവിക്കുവാൻ യുവജന പ്രസ്ഥാനം എനിക്ക് കരുത്തും ഊർജവും പ്രദാനം ചെയ്തു. വീണ്ടും യുവദീപ്തി എനിക്ക് വ്യത്യസ്തമായ സാക്ഷ്യം നൽകുവാൻ എന്നെ പ്രേരിപ്പിച്ച, എന്നെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ്. മൂല്യബോധത്തോടെ ചിന്തിക്കുവാൻ, പ്രതികരിക്കുവാൻ, വ്യക്തി ജീവിതത്തിൽ, തൊഴിൽപരമായ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലൊക്കെ 26 വർഷമായി ഞാൻ അഭിഭാഷകനായിട്ട്. ഇതിനിടയിൽ ഒരു ടേം ഗവൺമെന്റ് ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയിലും ഞാൻ ശുശ്രൂഷ ചെയ്തിരുന്നു. അപ്പം അതിനു മുമ്പും അതിനുശേഷവും മൂല്യബോധത്തോടെ നീതിയുക്തമായി എൻ്റെ തൊഴിലിനെ അഭിമുഖീകരിക്കുവാൻ എനിക്ക് പ്രചോദനമേകിയ പ്രസ്ഥാനമാണ് യുവജന പ്രസ്ഥാനം. വീണ്ടും ഞാൻ പറയും, സമൂഹത്തിൽ വ്യത്യസ്തമായ സാക്ഷ്യം നൽകുവാൻ, ആ സാക്ഷ്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച പ്രസ്ഥാനമാണ്. സഭയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ യുവദീപ്തി, അതിൽ ചേരുവാൻ, അതിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. സഭയോട് ചേർന്ന് മാത്രമേ യുവജന പ്രസ്ഥാനത്തിന് പ്രസക്തിയുള്ളൂ. സഭയ്ക്ക് വെളിയിലും സഭയ്ക്ക് പുറത്തും അതിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ യുവജന പ്രസ്ഥാനമായ യുവദീപ്തിയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു കത്തോലിക്ക യുവാവിൻ്റെ അവകാശമാണ്, കടമയാണ്. അത് ബോധ്യത്തോടെ ചെയ്യുവാൻ എല്ലാ യുവജനങ്ങളും പ്രാപ്തരാകണം എന്നാണ് എൻ്റെ നിരീക്ഷണം. 1-2 ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ. 1999 ഇപ്പോൾ പ്രാബല്യത്തിലിരിക്കുന്ന യുവദീപ്തിയുടെ ഭരണഘടന പരിഷ്കരിച്ചു. ആ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷന്റെ കൺവീനറായിട്ട് 2 വർഷം ഞാൻ പ്രവർത്തിച്ചു. KCYM സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളോട് ചേർന്നുകൊണ്ട് യുവദീപ്തിയുടെ പേരും കൊടിയും പ്രവർത്തന കാലാവധിയും പ്രായവും ഒക്കെ മാറ്റിയപ്പോൾ വലിയ ചർച്ചയുടെ കാലമായിരുന്നു. 2 വർഷം ആ വിഷയം പഠിച്ച് 99 പ്രസിഡന്റായിരുന്ന കാലത്ത് യുവജന പ്രസ്ഥാനത്തിന്റെ നിയമാവലി ഭേദഗതി ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 20 വർഷം കഴിഞ്ഞു. ഈ കാലഘട്ടത്തിൽ നാളിതുവരെയുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ നിയമാവലി പരിഷ്കരിക്കേണ്ട സമയമായി. ഈ കാലഘട്ടത്തിൽ ചേർന്നവണ്ണം സംഘടനയുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം, സഭയോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം യുവദീപ്തിയുടെ നിയമാവലി പരിഷ്കരണത്തിന് വരും നാളുകളിൽ ചിന്തയുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. രണ്ടാമത്, ആ കാലഘട്ടത്തിലെ പരിപാടികളെ വിലയിരുത്തുമ്പോൾ പ്രാർത്ഥനാ പഠന പരിശീലന ക്യാമ്പുകളും കൺവെൻഷനുകളുമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഏതെങ്കിലും കൺവെൻഷന്റെ പ്രത്യേക പേരെടുത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ 86 തുടങ്ങിയ പ്രാർത്ഥനാ പഠന പരിശീലന ക്യാമ്പ് 36 വർഷം പിന്നിട്ടിട്ടും ഇപ്പോൾ മനസ്സിലും തുടരുക. സംഘടന ശക്തി പ്രാപിക്കുന്ന വേദികളാണ് പ്രാർത്ഥന പഠന പരിശീലനം. ആഴമായ സംഘടനാവബോധം, ആഴമായ വിശ്വാസാവബോധം ലഭിക്കുന്ന വേദികൾ. നമ്മുടെ കൺവെൻഷനുകൾ 1990 യൂത്ത് അലൈവ് മുതൽ വ്യത്യസ്തമായ പേരുകളിൽ എത്രയോ കൺവെൻഷനുകൾ നമ്മൾ നടത്തി. ഇത് സംഘടനയുടെ ആത്മീയ മുഖമാണ്. യുവജന പ്രസ്ഥാനത്തിന് 2 മുഖങ്ങളാണുള്ളത്, ആത്മീയ മുഖവും ഭൗതിക മുഖവും. പ്രാർത്ഥനയുടെ പഠനത്തിന്റെ പരിശീലനത്തിന്റെ ആത്മീയ മുഖം, ഇതിന്റെ ഭൗതിക മുഖം മറ്റൊരു തലമാണ്. സഭയും സമൂഹവും നേരിടുന്ന പ്രതിസന്ധികളെ, വെല്ലുവിളികളെ സമയോചിതമായി പ്രതികരിക്കുന്നതിനും ഇടപെടലുകൾ നടത്തുന്നതിനുമുള്ള നമ്മളുടെ പബ്ലിക് പ്രോഗ്രാംസ്, എത്രയോ പരിപാടികൾ
ഞാൻ നേതൃത്വം കൊടുത്ത ആ കാലഘട്ടങ്ങളിൽ നടന്ന 1-2 പരിപാടി, മൂല്യപ്രഘോഷണ സൈക്കിൾ റാലി എന്ന ഒരു പരിപാടി, ജീവന്റെ മൂല്യത്തെയും അഴിമതി രഹിത സമൂഹത്തിന്റെ മുദ്രാവാക്യങ്ങളും ഉയർത്തിക്കൊണ്ട് എല്ലാ ഫൊറോനകളെയും ബന്ധിപ്പിച്ച് 3 ദിവസം നീണ്ടുനിന്ന അഴിമതി മൂല്യപ്രഘോഷണ സൈക്കിൾ റാലി. വീണ്ടും ആ കാലഘട്ടത്തിൽ തന്നെ അഴിമതി വിരുദ്ധ മനുഷ്യാവകാശ പദയാത്ര, ദളിത് ക്രൈസ്തവ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വിദ്യാഭ്യാസ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന 3 ദിവസത്തെ പദയാത്ര, വിവിധ യൂണിറ്റുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തിയ പദയാത്ര. ഇക്കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആത്മീയ മുഖത്തിലും ഭൗതിക മുഖത്തിലും 2 മുഖത്തിലും അടിയുറച്ച് പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തന ശൈലിയെ എക്കാലവും പ്രോജ്വലിപ്പിച്ചു നിർത്തണം എന്ന് പറയുവാൻ വേണ്ടിയാണ്. ഞാൻ ചുരുക്കുകയാണ്. പുതിയ പ്രവർത്തന വർഷത്തിലേക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ നാം നടത്തുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മുഴുവൻ യുവജനങ്ങളും വളരെ ആവേശത്തോടെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരികയും അംഗത്വം എടുക്കുകയും അതിന് നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒരു യുവാവിന് അവന്റെ യുവത്വം സഫലമാക്കുവാൻ, എൻ്റെ വ്യക്തിപരമായ ഭാഷയിൽ പറഞ്ഞാൽ യുവത്വം സഫലമാക്കുവാൻ, യുവജന പ്രസ്ഥാനമായ യുവതീയത്തിലെ പ്രവർത്തനം മതി എന്നുള്ളത് വ്യക്തിപരമായി സാക്ഷ്യം നൽകുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഉയർത്തിപ്പിടിക്കുവാൻ നല്ലൊരു കൊടിയും, വിളിച്ചോതുവാൻ മുദ്രാവാക്യവും, ചെയ്തു തീർക്കുവാൻ കർമ്മപരിപാടിയും, അനുകരിക്കുവാൻ നല്ല ഒരു നേതാവും, ഈശ്വമിശിഹ എന്ന നിത്യ ഹരിത യുവാവായ നേതാവും ഉള്ള പ്രസ്ഥാനമാണ് യുവജന പ്രസ്ഥാനമായ യുവതീയം. അതുകൊണ്ട് ആവേശത്തോടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ആത്മാർത്ഥതയോടെ ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട്, ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഇതിൽ നേതൃത്വം കൊടുത്ത അൽമായ സുഹൃത്തുക്കളെയും വൈദികരെയും സന്യസ്തരെയും എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നിർത്തട്ടെ. ജയ് യുവതീയം.